ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന സഖാവിനെ അല്ല ഞാൻ ആക്ഷേപിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ പോലെ മേലിതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. അല്ല, ഞാൻ പറയുന്നത് അതൊന്നും ഈ കമ്മി കൊങ്ങി സുഡാപ്പി എന്നൊന്നും ആ ഒരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ല. ഒരു വരി വൃത്തികേട് കാണിക്കരുത്. അല്ല, ഞാനും ആക്ഷേപിക്കാനാണ്. ഇവനെ സൂക്ഷിക്കണം. അപ്പൊ വിദ്വേഷം പരപ്പിക്കല. വിദ്വേഷമല്ല. തുടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കഴിഞ്ഞാൽ ഞാൻ അവരെ പരിഹസിക്കുകയാണ്. ഒരുപാട് പരിഹസിച്ചല്ലോ, അപ്പൊ എന്ത് തോന്നി? ഞാൻ ചിരിച്ചുപോയി. അതായത് വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടല്ലോ. അപ്പം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പിന്നെ ഒരു അലങ്കാരമാണ്. സാറിനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. കാരണം പലപ്പോഴായിട്ട് ഇപ്പൊ കാലങ്ങളായിട്ട് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയാത്തതാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നാളിതുവരെയും കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അവർ നടപ്പിലാക്കിയിട്ടില്ല. ജിനുവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെടില്ല. അവർ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും ഒരർത്ഥത്തിൽ രാജ്യത്ത് BJP ആഗ്രഹിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ്. നീ വിഷമിക്കണ്ടെന്ന്, ഇനി സമയമുണ്ടല്ലോ. അവർ ഇപ്പോഴത്തെ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് മൂല്യം പറയാതെ അതേസമയം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കപടത. BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. അതിനെ നിങ്ങൾക്ക് എതിർക്കാം, അനുകൂലിക്കാം. സാഹചര്യ തെളിവുകളൊക്കെ നമുക്കെതിരാ. പക്ഷെ അവർ അവരുടെ ആശയ വ്യതിയാനം ചെയ്യുന്നില്ല. മറ്റേവർ മതേതരത്വം പറഞ്ഞിട്ടാണ് ആശയ വ്യതിയാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എതിർത്ത് സംസാരിക്കുന്നത്. ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്.